dear children, welcome to Kids Area Online. Maths exam എങ്ങനെയുണ്ടായിരുന്നു? ഈസി ആയിരുന്നോ? ഓക്കെ, ആൻസേഴ്സ് ഒക്കെ നോക്കിയാലോ? ആൻസേഴ്സ് നോക്കാം. അതിനു മുൻപ് 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് കിഡ്സ് ഏരിയ ഓൺലൈൻ കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് കേട്ടോ ട്യൂഷൻ നൽകുന്നുണ്ട്. LKG UKG ക്ലാസ്സസ് ഉണ്ട്. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി ഇവിടെ റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ്സസ് ഉണ്ട്. സൂമിൽ ലൈവായിട്ടാണ് ക്ലാസ് വരുന്നത്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. റെക്കോർഡ് ക്ലാസ്സസും അവൈലബിൾ ആണ്. ഫീ നൽകിയാണ് പഠിക്കുവാനുള്ളത്. താല്പര്യമുള്ളവർ ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. 9746487799 ഈ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. എക്സാം ക്വസ്റ്റ്യൻസ് നോക്കാം. 5ാം ക്ലാസ്സിലെ ക്വസ്റ്റ്യൻ ആണ്. ഒന്നാമത്തെ ആക്ടിവിറ്റി ഇവിടെ ഒരു ഫിഗർ നൽകിയിട്ടുണ്ട്. ഇൻ ദ ഫിഗർ എ ലാർജ് സ്ക്വയർ ഈസ് ഡിവൈഡഡ് ഇൻടു 8 ഈക്വൽ പാർട്സ്. ഒരു സ്ക്വയറിനെ 8 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് പാർട്ട് ഓഫ് ദ ലാർജർ സ്ക്വയർ ഈസ് ഷെയ്ഡഡ്? ഇതിൽ ഷെയ്ഡ് ചെയ്തിരിക്കുന്നതിന് നമ്മൾ എങ്ങനെയാണ് വാട്ട് പാർട്ട് എത്രയെന്നാണ് ചോദിക്കുന്നത്. എങ്ങനെയാ വരിക? 1ൽ 8 കോളം ഉണ്ടായാലും 1 ഷെയ്ഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 1/8 ആണ് ആൻസർ. എ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഓക്കെ. ബി ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഡ്രോ എ സ്ക്വയർ ഓഫ് സൈഡ് 4 centimeters. I divided it into 16 equal parts. വരയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. സി ക്വസ്റ്റ്യൻ, ഷെയ്ഡ് 1/2 ഓഫ് ദ സ്ക്വയർ യു ഹാവ് ഡ്രോൺ. ഇതിൽ നിങ്ങൾ വരച്ചതിൽ 1/2 പാർട്ട് ഷെയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. ഡി ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ഈക്വൽ ടു 3/4? ഇതിൽ 3/4 ഈക്വൽ അല്ലാത്തത് ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. 3/4 ഈക്വൽ അല്ലാത്തത് 8/12 ആണ്. 3/4 ഈക്വൽ അല്ലാത്തത്. ഓക്കെ, ഇതായിരുന്നു ഒന്നാമത്തെ ആക്ടിവിറ്റി. രണ്ടാമത്തെ ആക്ടിവിറ്റിയിലേക്ക് പോകാം. രണ്ടാമത്തെ ആക്ടിവിറ്റി, കംപ്ലീറ്റ് ദ ടേബിൾ ബൈ റൈറ്റിംഗ് ദ മെഷർമെന്റ്സ് ഇൻ ഫ്രാക്ഷണൽ ഫോം ആൻഡ് ഡെസിമൽ ഫോം. ഇവിടെ നൽകിയിട്ടുള്ള മെഷർമെന്റ്സിനെ ഫ്രാക്ഷണൽ ഫോമിലും എഴുതണം, ഡെസിമൽ ഫോമിലും എഴുതണം. ഓക്കെ, ആദ്യം 7 centimeters 8 millimeters. അപ്പോൾ അതിന് ഫ്രാക്ഷണൽ ഫോമിൽ എഴുതുമ്പം 78/10 centimeters. ഇനി ആ ഡെസിമൽ ഫോമിൽ എഴുതുമ്പോൾ 7.8 centimeters. 9 liters 675 milliliters. അത് നമുക്ക് എങ്ങനെ എഴുതാം? 9675/1000 liters. ഇനി ഇത് ഫ്രാക്ഷൻ ഫോം എഴുതുമ്പോൾ 9.675 ലിറ്റർ. മൂന്നാമത്തേത് 7 kilograms 125 grams. അതിനെ കിലോഗ്രാംസ് ആണ്. അതിനെ കിലോഗ്രാം എഴുതുമ്പോൾ ഫ്രാക്ഷണൽ ഫോമിൽ എഴുതുമ്പോൾ 7125/1000 kilograms. അത് കിലോഗ്രാംസ് ഡെസിമൽ ഫോമിൽ എഴുതുമ്പോൾ 7.125 kilograms. നെക്സ്റ്റ് 4 meters 85 centimeters. അതിനെ മീറ്റേഴ്സിലോട്ട് ആക്കുമ്പോൾ 485/100 meters. അത് മീറ്റേഴ്സ് ഡെസിമൽ ഫോമിലാക്കുമ്പോൾ 4.85 meters. ലാസ്റ്റ് 8 millimeters. അതിനെ സെന്റിമീറ്ററിലോട്ടാക്കുമ്പോൾ 8/10 centimeters. ഇനി ഡെസിമൽ ഫോമിലാക്കുമ്പോൾ 0.8 centimeters. ഓക്കെ, ഇതാണ് രണ്ടാമത്തെ ആക്ടിവിറ്റിയുടെ ആൻസർ. എല്ലാവരും കറക്റ്റായിട്ട് എഴുതിയല്ലോ. ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കാം. മൂന്നാമത്തെ ആക്ടിവിറ്റി നോക്കാം. മൂന്നാമത്തെ ആക്ടിവിറ്റി വരുന്നത്, രാധ ട്രാവൽഡ് ബൈ ട്രെയിൻ ഫ്രം തിരുവനന്തപുരം at 7:45 and reached കോട്ടയം on the same day at 11:15. അന്നേ ദിവസം 7:45 രാധ തിരുവനന്തപുരത്ത് ഇവിടുന്ന് യാത്ര തിരിച്ചു. അന്നേ ദിവസം 11:15 കോട്ടയത്ത് എത്തിച്ചേർന്നു. On the same day, she traveled from Kottayam at 15:10 and reached തിരുവനന്തപുരം at 18:55. അന്നേ ദിവസം തന്നെ തിരിച്ചെന്ത് ചെയ്തു? 15:10 അവിടെ കോട്ടയത്ത് നിന്ന് തിരിച്ചു. തിരുവനന്തപുരത്ത് 18:55 എത്തിച്ചേർന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, how much time did Radha take to reach കോട്ടയം from തിരുവനന്തപുരം? തിരുവനന്തപുരത്ത് നിന്ന് കോട്ടയത്തെത്താൻ എത്ര സമയമാണ് എടുത്തത്? 7:45 മുതൽ 11:15 വരെയാണ്. എത്ര ടൈമാണ് എടുത്തത്? 3 hours 30 minutes ആണ് എടുത്തത്. 3 hours 30 minutes ആണ് എടുത്തത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ടൈം ടേക്കൺ ടു ട്രാവൽ ഫ്രം കോട്ടയം ടു തിരുവനന്തപുരം? കോട്ടയത്ത് നിന്ന് തിരുവനന്തപുരം വരെ 15:10 മുതൽ 18:55 വരെ. അപ്പോൾ എത്രയാ വരിക? ഇവിടെ വരുന്ന ആൻസർ 3 hours. അതിന് 3 മണിക്കൂർ 45 minutes ആണ് എടുത്തിട്ടുള്ളത്. ഓക്കെ,
C question, how much time did she take for the to end, sorry, one second, how much time did she take for the to and from journey by train? അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യാൻ വേണ്ടി എത്ര മണിക്കൂറാണ് ടോട്ടൽ എടുത്തത്? രണ്ടും കൂടി കൂട്ടിയാൽ മതി. അപ്പോൾ വരുന്നത് 7 hours 15 minutes ആണ് വരിക. ഓക്കെ. D question വരുന്നത്, how much time does it take for the second hand of a clock to rotate once starting from 1 and reaching 1 again? എത്ര വേണം? 60 സെക്കൻഡ് മതി. 60 സെക്കൻഡ്. ഓക്കെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ടൈം ഈസ് ഈക്വൽ ടു 18.55? 18.55 ഈക്വൽ ആയിട്ട് വരുന്ന ടൈം ഇതിൽ ഏതാണ്? 18 എന്ന് പറഞ്ഞാൽ 6 ആണ്. അപ്പോൾ 6:55 PM ആണ്, AM അല്ല, PM ആണ്. ഓക്കെ, ഇതായിരുന്നു മൂന്നാമത്തെ ആക്ടിവിറ്റി. ഇനി നാലാമത്തെ ആക്ടിവിറ്റിയിലോട്ട് പോവാം. നാലാമത്തെ ആക്ടിവിറ്റി 4. If 3 kilograms of sugar is filled equally in 4 packets, 3 kilogram sugar 4 പാക്കറ്റിൽ ഈക്വൽ ആയിട്ട് ഫില്ല് ചെയ്യാണ്. ഹൗ മെനി കിലോഗ്രാംസ് വിൽ 1 പാക്കറ്റ് കണ്ടെയ്ൻ? ഒരു പാക്കറ്റിൽ എത്രയാണ് ഉണ്ടാവുക? അപ്പോൾ ഇവിടെ 3 കിലോഗ്രാം ആണുള്ളത്. നമ്പർ ഓഫ് പാക്കറ്റ് 4 ആണുള്ളത്. എമൗണ്ട് ഓഫ് ഷുഗറിൻ അറിയാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? 3/4. 3/4 കിട്ടുന്ന ആൻസർ 0.75. ഓക്കെ, 0.75 ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ. ഇനി ബി ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് 17 ടോഫീസ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് ഈക്വലി among 3 persons, how many will each one get? How many will be left? എത്ര എണ്ണം ബാക്കി വരും? ഓരോരുത്തർക്ക് എത്ര എണ്ണം വെച്ച് കിട്ടും? ഓക്കെ, 17 ടോഫീസ് ആണ്, 17 ടോഫീസ് ആണുള്ളത്. 3 പേഴ്സൺ, 3 ആളുകളാണ് ഉള്ളത്. അപ്പോൾ ഒരാൾക്ക് എത്ര കിട്ടുമെന്ന് അറിയാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? 17/3. 17നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഓരോ ആൾക്കാർക്ക് എത്ര വെച്ച് കിട്ടും? 5 ടോഫി വെച്ചിട്ട് കിട്ടും. 5 ടോഫീസ്. ലെഫ്റ്റ് ആവുന്നത് ബാലൻസ് വരുന്നത് 2 ടോഫീസ്. ഓക്കെ, ഓരോ ആൾക്കാർക്ക് 5 എണ്ണം വെച്ച് കിട്ടും. അത് നമ്മളിവിടെ ഇക്വേഷൻ എഴുതി കാണിക്കണം. 17/3 വരുമ്പോൾ 5 വരുമ്പോൾ 15 ആണ്. 2 ബാലൻസ് വരും. അങ്ങനെ ഓരോ ആൾക്കാർക്ക് 5 വെച്ച് കിട്ടും. 5 ടോഫീസ്. ലെഫ്റ്റ് ആവുന്ന ബാലൻസ് വരുന്ന 2 ടോഫീസ് ആണ്. ഓക്കെ, അതിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. സി ക്വസ്റ്റ്യൻ, 7 kilogram of sugar filled in 4 identical packets. How many kilograms of sugar is in 1 packet? Write this quantity of sugar in natural number and fraction together. Fraction ആയിട്ട് എഴുതണം, നാച്ചുറൽ നമ്പർ ആയിട്ട് എഴുതണം. 7 kilograms of sugar ആണ് ഫിൽ ചെയ്യുന്നത്. 7 ഐഡന്റിക്കൽ പാക്കറ്റ്. അപ്പോൾ 7 kilogram ആണ് എമൗണ്ട് ഓഫ് ഷുഗർ. എമൗണ്ട് ഓഫ് ഷുഗർ 7 kilogram ആണ്. നമ്പർ ഓഫ് പാക്കറ്റ്സ് 4 പാക്കറ്റ്സ് ആണ്. എമൗണ്ട് ഓഫ് ഷുഗർ 7 kilogram. നമ്പർ ഓഫ് പാക്കറ്റ്സ് 4 ആണ്. അപ്പോൾ എമൗണ്ട് ഓഫ് ഷുഗർ ഇൻ ഈച്ച് പാക്കറ്റ്, ഓരോ പാക്കറ്റിൽ വരുന്നത് 7/4. അപ്പോൾ 7/4 ചെയ്യുമ്പോൾ 7നെ 4 കൊണ്ട് ചെയ്യുമ്പോൾ 1/4. ബാലൻസ് വരുന്നത് 3 ആണ്. അപ്പോൾ നമ്മൾ ഇതിനെ നോർമലായിട്ട് എഴുതുമ്പോൾ കിട്ടുന്നത് 7/4 ആണ്. ഇതിന് ഫ്രാക്ഷണൽ ഫോമിൽ എഴുതുമ്പോൾ ഇതിനെങ്ങനെ എഴുതാം? 1 3/4 kg. ഓക്കെ, ഇങ്ങനെയാണ് കിട്ടുന്നുണ്ടാവുക. ഇനി ഡി ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഡി ക്വസ്റ്റ്യൻ ആൻസർ, വിച്ച് ഈസ് ഈക്വൽ ടു 1 1/4. 1 1/4ന് ഈക്വൽ ആയിട്ട് വരുന്നത് ഏതാണ്? ഫസ്റ്റ് 5 1/4 ഇതാണ് ഈക്വൽ ആയിട്ട് വരിക. ഓക്കെ, ഇനി ആക്ടിവിറ്റി 5ലോട്ട് പോകാം. ആക്ടിവിറ്റി 5, what would be the remainders when number is divided by 4? What would be the remainders when the number is divided by 4? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്തൊക്കെ റിമൈൻഡർ ആയിട്ട് വരിക? 1 വരാം, 2 വരാം, 3 വരാം. ഓക്കെ, what is the remainder when the numbers in the sequence 5 10 15 20 are divided by 5? 5 10 15 20 എന്ന് റിമൈൻഡർ വരുന്നത് ഏതിനാണ്? 0. ബി ക്വസ്റ്റ്യൻ ആൻസർ 0. C question, write the number sequence that has remainder 1 when divided by 5.
5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 റിമൈൻഡർ വരുന്നത് 6 വരും, 11 വരും, 16 വരും, 21 വരും, അങ്ങനെ പോകും. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ നമ്പർ സീക്വൻസ് ദാറ്റ് ഹാസ് എ റിമൈൻഡർ 2 വെൻ ഡിവൈഡഡ് ബൈ 3. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 റിമൈൻഡർ വരുന്നത് ഏതിനൊക്കെയാണ്? 5, 8, 11, 14 ഇങ്ങനെ പോകുന്ന നമ്പേഴ്സിന് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 റിമൈൻഡർ വരും. ഓക്കെ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, when a number is divided by 9, ഒരു നമ്പറിനെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ the quotient is 0 and the remainder is 8, which of the following is the number? ഇതിൽ ഏതാണ് അങ്ങനെ വരുന്നുണ്ടാവുക? ഫസ്റ്റ് വൺ 0 into 9 plus 8. quotient 0 ആണ്, റിമൈൻഡർ 8 ആണ്. 0 into 9 plus 8 ആണ്. എ ഓപ്ഷൻ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റിനോട് പോവാം. ആക്ടിവിറ്റി 6 ആണ്. ആക്ടിവിറ്റി 6ൽ വരുന്നത് റൈറ്റ് ദ ഫ്രാക്ഷൻ ദാറ്റ് റെപ്രസെന്റ് ദ ഷെയ്ഡഡ് പാർട്ട്. ഇതിനെ എഴുതുക. ഷെയ്ഡഡ് പാർട്ടിനെ റൈറ്റ് ദ ഫ്രാക്ഷൻ എഴുതുക. ഒന്നാമത്തത് ഫുൾ പാറ്റേൺ ആണ്, അതുകൊണ്ട് 1 ആണ്. ഇവിടെ 1/4 ആണ്, ക്വാർട്ടർ പോർഷൻ ആണ്. ഓക്കെ. ബി ക്വസ്റ്റ്യൻ ആൻസർ, ഡ്രോ ദ പിക്ചർ റെപ്രസെന്റ് ദ ഫ്രാക്ഷൻ 1/8 ബൈ യൂസിങ് സർക്കിൾ ആൻഡ് പാർട്ട് ഓഫ് സർക്കിൾസ്. വരയ്ക്കാനുള്ളതാണ്. സി ക്വസ്റ്റ്യനിലോട്ട് പോകാം. സി ക്വസ്റ്റ്യൻ വരുന്നത് ഇഫ് വി റൈറ്റ് 1/4, 1/8 ആൻഡ് 1/3 ഇൻ അസെൻഡിങ് ഓർഡർ. ഈ നമ്പേഴ്സിന് അസെൻഡിങ് ഓർഡറിൽ എഴുതിയാൽ വിച്ച് വൺ കംസ് ഇൻ ദ മിഡിൽ? ഇതിൽ മിഡിൽ വരുന്നത് ഏതാണ്? ഏതായി വരിക? ഫസ്റ്റ് വൺ 1/4 ആണ് മിഡിൽ വരിക. ഇൻ വിച്ച് റെക്ടാങ്കിൾ ബിലോ ഈസ് 1/3 പാർട്ട് ഷെയ്ഡഡ്? ഈ താഴെ നൽകിയിട്ടുള്ളതിൽ 1/3 പാർട്ട് ഷെയ്ഡ് ചെയ്തിട്ടുള്ളത് ഏതാണ്? എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? അപ്പൊ ഇതിൽ ഏതാണ് വരിക? 1/3 ഇതാണ്. ഫസ്റ്റ് വൺ ആണ് ശരിയായ ഉത്തരം. ഓക്കെ. നെക്സ്റ്റ് 7th ആക്ടിവിറ്റിയിലോട്ട് പോകാം. 7th ആക്ടിവിറ്റി, there are 4 Sundays and 5 Saturdays in the December of a year. ഡിസംബർ എന്താണ്? ഈ വർഷത്തെ ഡിസംബറിൽ 4 സൺഡേസും 5 സാറ്റർഡേസും ഉണ്ട്. വിച്ച് ഡേ ഈസ് ദ 31st ഡിസംബർ? 31st ഡിസംബർ ഏതാണ്? സൺഡേ ആണ്. സൺഡേ. വിച്ച് ഡേ ഈസ് ദ ഫസ്റ്റ് ഓഫ് ദ ഡിസംബർ? ഫസ്റ്റ് ഓഫ് ദ ഡിസംബറും സൺഡേ ആയിരുന്നു. ഓക്കെ. വിച്ച് ആർ ദ ഡേയ്സ് ഇൻ ഡിസംബർ ദോസ് കം 5 times? 5 times വരുന്നത് ഡിസംബറിൽ 5 times വരുന്നത് സാറ്റർഡേ ആണ്. സാറ്റർഡേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ലീപ്പ് ഇയർ? ഇതിൽ 2000 ലീപ്പ് ഇയർ ആണ്, 2020 ലീപ്പ് ഇയർ ആണ്, 2024 ലീപ്പ് ഇയർ ആണ്. 2018 ലീപ്പ് ഇയർ അല്ല. ഓക്കെ. 2018 ആണ് ആൻസർ. ഓക്കെ. എല്ലാവരും ഇപ്പോൾ എക്സാം നല്ലതുപോലെ എഴുതിയല്ലോ? യെസ്. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ. താങ്ക് യു.